ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്ങിൻ്റെ പോരായ്മകൾ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസ് എല്ലാം നമ്മൾ പഠിച്ചു. എന്താണ് പ്ലാനിങ് എന്നുള്ള കാര്യം പഠിച്ചു. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പ്ലാനിങ്ങിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ്. അതിലാദ്യം തന്നെ പറഞ്ഞിരിക്കുകയാണ് പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി. ഈ റിജിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് നോട്ട് ഫ്ലെക്സിബിൾ എന്നാണ്. അത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തന്നെ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 6 മാസത്തിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന് ഈ എപ്പോഴും ചുറ്റുപാടുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു, ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു, അല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബിസിനസ്സിൻ്റെ ചുറ്റുപാടുകൾ മാറുന്നതനുസരിച്ചിട്ട് എന്ത് മാറിക്കൊണ്ടിരിക്കണം, ബിസിനസ്സിൻ്റെ പ്ലാനും മാറിക്കൊണ്ടിരിക്കണം. അപ്പം അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ പ്ലാനിങ് ചിലപ്പോൾ ഒരു റിജിഡിറ്റിയിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ചുറ്റുപാടുകൾ മാറിയാൽ എന്ത് മാറില്ല, പ്ലാൻ മാറില്ല. അപ്പോൾ അത് മാനേജേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അവിടെ. ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ് എ വെൽ ഡിഫൈൻഡ് പ്ലാൻ. ഒരു വെൽ ഡിഫൈൻഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്ലാൻ ഈസ് ഡ്രോൺ അപ്പ് വിത്ത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. അത് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ലക്ഷ്യം അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുന്നതിൻ്റെ ഇതെന്താണ്, മോട്ടീവ് എന്താണ്, ഒരു ലക്ഷ്യം, ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ടു ബി അച്ചീവ്ഡ് വിത്തിൻ എ ഡെഫിനിറ്റ് ടൈം പീരീഡ്. ആ ലക്ഷ്യം എങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടത്, വിത്തിൻ എ ടൈം പീരീഡ്. ഒരു ടൈം പീരീഡിനുള്ളിൽ, ചിലപ്പോൾ ഒരു 6 മാസമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വർഷമായിരിക്കാം. ആ ടൈം പീരീഡിനുള്ളിൽ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത് മാനേജേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ഹാവ് സ്ട്രിക്ട്ലി അഡ്ഹെയർ ടു ഇറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന മാനേജേഴ്സിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന സബോർഡിനേറ്റ്സും എല്ലാവരും തന്നെ ഈ പ്ലാന് തയ്യാറാക്കിയിട്ടുള്ള പ്ലാനിനെ എന്ത് ചെയ്യണം, സ്ട്രിക്ട്ലി അഡ്ഹെയർ, അതിനെ കൃത്യമായിട്ട് തന്നെ പാലിക്കണം. അപ്പോൾ ഒരു പ്ലാൻ ഒരു കമ്പനിയിൽ ഒരു ഓർഗനൈസേഷനിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ മാനേജേഴ്സും അവിടെയുള്ള എല്ലാ ജീവനക്കാരും അത് കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് ദിസ് കൈൻഡ് ഓഫ് റിജിഡിറ്റി ഇൻ പ്ലാൻസ് മേ ക്രിയേറ്റ് ഡിഫിക്കൽട്ടീസ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഈ തരത്തിലുള്ള ഈ റിജിഡിറ്റി, ഈ ഒരു കർക്കശ സ്വഭാവം, ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത ഈ ഒരു പ്ലാനിങ്ങിൻ്റെ ഈ ഒരു നേച്ചർ എന്ത് ക്രിയേറ്റ് ചെയ്യുകയാണ്, ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണ്. ഒരു കമ്പനിക്കകത്ത് മാനേജേഴ്സിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണ്. ആൻഡ് ലീഡ് ടു ലോസ് ഓഫ് ഇനീഷ്യേറ്റീവ് ഓൺ ദ പാർട്ട് ഓഫ് മാനേജേഴ്സ്. അതോടൊപ്പം തന്നെ ഈ മാനേജേഴ്സിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ്, അവരുടെ ഒരു താല്പര്യം, അവരുടെ ഒരു മുൻകൈ എടുക്കുന്ന ഒരു സ്വഭാവത്തെ ഇല്ലാതാക്കിയാണ് ഈ പ്ലാനിങ് വഴി ചെയ്യുന്നത്. ഇപ്പോൾ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മാനേജേഴ്സിനും അവിടെയുള്ള സബോർഡിനേറ്റ്സിനും എന്ത് ചെയ്താൽ മതി, അതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അതിനിടയ്ക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട. ഒരു 6 മാസത്തെ പ്ലാനാണ് തയ്യാറാക്കിയിട്ടുള്ളതെങ്കിൽ ആ 6 മാസത്തേക്കുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മാനേജേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അവിടെ പിന്നെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഇതൊന്നും വരുന്നില്ല അവിടെ പിന്നീട്. അതുമാത്രമല്ല, സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് ഈ പ്ലാനിങ് മാറാതിരിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ ഒരു റിജിഡിറ്റി, ഒരു ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു നേച്ചറാണ് അവിടെ വരുന്നത്. ഇനി രണ്ടാമത്തെ പറഞ്ഞിരിക്കുകയാണ് പ്ലാനിങ് മെയ് നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ചുറ്റുപാടിൽ, എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ ചുറ്റുപാടിൽ ഈ പ്ലാനിങ് വർക്കൗട്ട് ആവില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം കൾച്ചറൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, അങ്ങനെ നമ്മൾ ഒരുപാട് എക്കണോമിക് എൻവയോൺമെൻറ്റിനെ പറ്റി കണ്ടു. അപ്പം നിരന്തരം പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ, എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഫാഷൻ്റെ കാര്യത്തിലൊക്കെ പെട്ടെന്ന് എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു പ്ലാനിങ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര സക്സസ്ഫുൾ ആകാനുള്ള സാധ്യതയില്ല. കാരണം നമ്മളൊരു 1 വർഷത്തേക്ക് പ്ലാനിങ് നടത്തി 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഫാഷൻ മാറിപ്പോയി. അപ്പം നമ്മുടെ ആ 1 വർഷത്തെ പ്ലാനിങ് കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലാതായി പോകും. അപ്പം അങ്ങനെ നിരന്തരം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ ഈ പ്ലാനിങ് കൊണ്ട് വലിയ പ്രയോജനം ഇല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ. ബിസിനസ്സിൻ്റെ ചുറ്റുപാട് എന്ന് പറയുന്നത്, ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഡൈനാമിക്കാണ്, എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. സോ ഓർഗനൈസേഷൻ ഹാവ് ടു കണ്ടിന്യൂസ്ലി അഡാപ്റ്റ് ദംസെൽസ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് ഓർഗനൈസേഷൻ എന്താണ് ചെയ്യേണ്ടത്, കണ്ടിന്യൂസ് ആയിട്ട് ആ ചുറ്റുപാടുകളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കണം, അഡാപ്റ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കണം. ടു ചേഞ്ചിങ് കണ്ടീഷൻസ്. അപ്പോൾ അവിടെ ചുറ്റുപാടുകൾ മാറുമ്പോൾ, ചുറ്റുപാടുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് ബിസിനസ് ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ് അധികം മുമ്പോട്ട് പോകില്ല, സർവൈവ് ചെയ്ത് പോകില്ല. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാനിങ് ആണ്. അപ്പം നമ്മൾ കൃത്യമായിട്ട് ഒരു വലിയ പ്ലാനൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, ഒരു വർഷത്തേക്കുള്ള പ്ലാനൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ പ്ലാനിനെ മുഴുവനോടെ പൊളിച്ചെഴുതി മറ്റ് സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളത് ചെറിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് പ്ലാനിങ് മെയിൻ നോട്ട് വർക്ക് ഇൻ എ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. അപ്പം എപ്പോഴും പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ ക്ലൈമറ്റിൽ നമുക്ക് പ്ലാനിങ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് പ്ലാനിങ് കനോട്ട് ഫോർസീ ഓൾ ഇവൻച്വാലിറ്റീസ് ആൻഡ് ദസ് ദർ മേ ബി ഒബ്സ്റ്റാക്കിൾസ് ടു എഫക്റ്റീവ് പ്ലാനിങ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പ്ലാനിങ് കൊണ്ട് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി കാണാൻ സാധിക്കില്ല. കനോട്ട് ഫോർസീ ഓൾ ഇവൻച്വാലിറ്റീസ്, വരാൻ പോകുന്ന എല്ലാ സംഭവങ്ങളെയും നമുക്ക് മുൻകൂട്ടി കാണാനായിട്ട് പ്ലാനിങ് വഴി സാധിക്കില്ല. അപ്പം മുമ്പോട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പ്ലാനിങ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് മുമ്പോട്ട് വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കില്ല. അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് ദസ് ദെയർ മേ ബി ഒബ്സ്റ്റാക്കിൾസ് ടു എഫക്റ്റീവ് പ്ലാനിങ്. അപ്പം പ്ലാനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മുൻപോട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ പ്ലാനിങ് നടപ്പാക്കുന്ന സമയത്ത് നമുക്ക് ചില ഒബ്സ്റ്റാക്കിൾസ് ഒരു കുറേ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ചുറ്റുപാടുകൾ മാറിക്കൊണ്ടിരിക്കും, നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിലോട്ട് തടസ്സങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പ്ലാനിങ്ങിനെ കൃത്യമായിട്ട് നടത്താനായിട്ട് മാനേജേഴ്സിനോട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇത്രേ ഉള്ളൂ രണ്ടാമത്തെ പോയിൻ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഒരു ഡൈനാമിക്കായിട്ടുള്ള ഒരു എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ പ്ലാനിങ് വർക്കൗട്ട് അത്ര എഫക്റ്റീവ് അല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തതാണ് പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഈ എംപ്ലോയീസിൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അവർ സ്വന്തമായിട്ട് ഓരോന്ന് ചിന്തിച്ച് ചെയ്യുന്നതിനെയാണ് ക്രിയേറ്റിവിറ്റി, സക്സസ് ഉണ്ടാക്കുന്നതിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക, സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് സ്വന്തം ബുദ്ധിയെ വളർത്തിയെടുക്കുന്ന കാര്യമാണ് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാനിങ് വഴി ക്രിയേറ്റിവിറ്റി കുറയ്ക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, റെഡ്യൂസ് ചെയ്തിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ കാരണമെന്ന്. പ്ലാനിങ് ഈസ് ആൻ ആക്ടിവിറ്റി അണ്ടർടേക്കൺ ബൈ ദ ടോപ്പ് മാനേജ്മെൻറ്റ്. പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് അല്ലെങ്കിൽ തയ്യാറാക്കുന്ന ടോപ്പ് മാനേജ്മെൻറ്റാണ്. ഒരു കമ്പനിക്ക് 3 ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചാണ്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ബോട്ടം ലെവൽ. അതിൽ പ്ലാനിങ് തയ്യാറാക്കുന്ന ആരാണ്? ടോപ്പ് ലെവൽ മാനേജേഴ്സാണ്. യൂഷ്വലി ദ റെസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ആർ ജസ്റ്റ് ഇംപ്ലിമെൻറ്റിംഗ് ദോസ് പ്ലാൻ. ഇനി റെസ്റ്റ് ഓഫ് മെമ്പേഴ്സ്, മിച്ചമുള്ള ആൾക്കാർ, അതായത് ഈ മിഡിൽ ലെവൽ മാനേജേഴ്സും ലോവർ ലെവൽ മാനേജേഴ്സും എന്താണ് ചെയ്യുന്നത്? ജസ്റ്റ് ഇംപ്ലിമെൻറ്റിംഗ് ദോസ് പ്ലാൻ. അവരെന്താ ചെയ്തേക്കുന്നത്? ഈ തയ്യാറാക്കിയേക്കുന്ന പ്ലാനിനെ അങ്ങ് നടപ്പിലാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവരതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നൊന്നുമില്ല, അല്ലെങ്കിൽ പ്ലാൻ തയ്യാറാക്കുന്നതിനെപ്പറ്റി അവർ ആലോചിക്കുന്നൊന്നുമില്ല. അവരെന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ആ പ്ലാനിനെ അവരെന്ത് ചെയ്യുകയാണ്? അങ്ങ് നടപ്പിലാക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. ഇംപ്ലിമെൻറ്റിംഗ് ദോസ് പ്ലാൻസ് ആൻഡ് ക്യാരിയിങ് ഔട്ട് ഓർഡേഴ്സ്. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുകയാണ് ഒരു മേലുദ്യോഗസ്ഥരുടെ ഓർഡറുകളെ അതിനെ അങ്ങ് നടപ്പിലാക്കുക മാത്രമാണ് അവിടെ ചെയ്യുന്നത്. ദസ് പ്ലാനിങ് ഈസ് ഇൻ എ വേ റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി ഓഫ് എംപ്ലോയീസ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന എംപ്ലോയീസ് എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ടോപ്പ് ലെവൽ മാനേജേഴ്സ് തയ്യാറാക്കിയിട്ടുള്ള പ്ലാനിനെ അതേപടി നടപ്പിലാക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് മൂലം റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി ഓഫ് എംപ്ലോയീസ് എന്താവുന്നില്ല? അവരുടെ ബുദ്ധി ഉപയോഗിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അതൊരു ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ ബുദ്ധി ഉപയോഗിക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കില്ല. ഇനി നാലാമത് പറഞ്ഞിരിക്കുകയാണ് പ്ലാനിങ് ഇൻവോൾവ്സ് ഹ്യൂജ് കോസ്റ്റ്. ഈ പ്ലാനിങ് വളരെ ചിലവുള്ള ഒരു പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് നോക്കാം, പ്ലാനിങ് പ്രോസസ്സ് ഈസ് വെരി എക്സ്പെൻസീവ്. പ്ലാനിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്നതാണ്. പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് അത് വളരെ ചിലവുള്ള ഒരു കാര്യമാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കളക്ഷൻ, അതായത് മുമ്പോട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുക, അനാലിസിസ് അതിനെപ്പറ്റി പഠിക്കുക, അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ അതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിച്ച് എക്സാമിൻ ചെയ്യുക ഓഫ് ഡിഫറൻറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യുകയാണ്? ആ ഇൻഫർമേഷനെ നമ്മൾ അനാലിസിസ് ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുകയാണ് ഫാക്റ്റ് ആൻഡ് ഓൾട്ടർനേറ്റീവ്സ്. പിന്നെ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ അകത്ത് സത്യം എത്രത്തോളം സത്യമുണ്ട്, മുമ്പോട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം സത്യമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയണം. അതോടൊപ്പം തന്നെ പല ഓൾട്ടർനേറ്റീവ്, ഒരു കാര്യം ചെയ്യുന്നതിനായിട്ട് പല വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് വഴികൾ കണ്ടെത്തിയതിന് ശേഷം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം കുറേ ഫാക്ട്സ് നമ്മളറിയണം, പല വഴികളെപ്പറ്റി നമ്മളറിയണം. ആൻഡ് അപ്പോയിൻറ്റിങ് ഓഫ് എക്സ്പെർട്സ്, വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ നമ്മുടെ കമ്പനിയിൽ ഇതിനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം മുമ്പോട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ടും
അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പല ഓൾട്ടർനേറ്റീവിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് കണ്ടെത്തുന്നതിനൊക്കെ ആയിട്ട് നല്ല എക്സ്പേർട്ടുകളായിട്ടുള്ള ആൾക്കാരെ കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻവോൾവ് ഗ്രേറ്റ് എമൗണ്ട് ഓഫ് മണി. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് എന്ത് വരുന്നുണ്ട്? ഒരുപാട് പൈസ ചിലവ് വരുന്നുണ്ട്. സ്മോൾ ആൻഡ് മീഡിയം സൈസ് കൺസേൺസ് കനോട്ട് അഫോർഡ് ദിസ്. അപ്പം ഈ സ്മോൾ കൺസേൺ എന്ന് പറഞ്ഞാൽ ചെറുകിട കമ്പനികൾ, അല്ലെങ്കിൽ മീഡിയം കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇടത്തരം കമ്പനികൾ. അപ്പോൾ ഈ ചെറിയ തോതിലുള്ള സ്കെയിലുള്ള കമ്പനികൾക്ക് ഇത്ര വലിയൊരു ചിലവിനെ അഫോർഡ് ചെയ്യാനായിട്ട്, താങ്ങാനായിട്ട് അവർക്ക് സാധിക്കില്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം പ്ലാനിങ് ഇൻവോൾവ്സ് ഹ്യൂജ് കോസ്റ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരുപാട് ചിലവേറിയ ഒരു പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇവിടെ ഡാറ്റ കളക്ട് ചെയ്യണം, അതിനെ അനാലിസിസ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം, അതിൻ്റെ ഫാക്റ്റ് കണ്ടെത്തണം, അതോടൊപ്പം തന്നെ പല ഓൾട്ടർനേറ്റീവിനെ കണ്ടെത്തണം. ഇതിനെല്ലാമായിട്ട് എക്സ്പേർട്ടുകളെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെല്ലാമായിട്ട് ഒരുപാട് ചിലവുകൾ വരുന്ന ഒരു കാര്യമാണ്. ചെറിയ കമ്പനികൾക്ക്, മീഡിയം സ്കെയിലുള്ള കമ്പനികൾക്കൊന്നും ഇതൊന്നും അഫോർഡ് ചെയ്യാനായിട്ട്, താങ്ങാനായിട്ട് സാധിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അഞ്ചാമത് പറഞ്ഞിരിക്കുകയാണ് പ്ലാനിങ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. ഈ പറഞ്ഞിരിക്കുന്ന സമയം കളയുന്ന ഒരു പരിപാടിയാണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. സമയം എടുക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഈസ് എ ലെങ്തി പ്രോസസ്സ്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. അതോടൊപ്പം തന്നെ അത് സമയം കളയുന്ന, ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ദെയർ ഈസ് നോട്ട് മച്ച് ടൈം ലെഫ്റ്റ് ഫോർ ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഇവിടെ ഈ പ്ലാനിങ് തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് അത് നടപ്പിലാക്കാൻ നമുക്ക് അത്രത്തോളം സമയം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കാരണം നമ്മൾ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് അതിൻ്റെ അകത്ത് പല ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കണം, അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യണം, അതിനെപ്പറ്റി അനാലിസിസ് ഇവാലുവേഷനൊക്കെ നടത്തണം, അതോടൊപ്പം തന്നെ എക്സ്പേർട്ടുകൾ അതിനെപ്പറ്റി പഠിക്കണം, കൃത്യമായിട്ട് പഠിക്കണം. അങ്ങനെ ഒരുപാട് സമയം നമ്മൾ പ്ലാനിങ്ങിനായിട്ട് എടുക്കുന്നതുകൊണ്ട് അത് നടപ്പിലാക്കാൻ ചിലപ്പോൾ വേണ്ടത്ര സമയം നമുക്കത് കിട്ടി എന്ന് വരില്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം കൺസ്യൂമിങ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്കവിടെ ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് വൈകിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നതോടെ. ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യണം, അതിനെപ്പറ്റി അനാലിസിസ് നടത്തണം, അതിനെപ്പറ്റി ഇവാലുവേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മളൊരു തീരുമാനം അവിടെ എടുക്കുന്നത്. അപ്പോൾ ആ തീരുമാനം എടുക്കുന്നതിനെ ഡിലേ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. പ്ലാനിങ് ദസ് ഡിലേസ് ഡിസിഷൻ. അപ്പോൾ തീരുമാനം എടുക്കുന്നതിനെ അവിടെ വൈകിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. ഇനി അടുത്താണ് പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. ആസൂത്രണം അല്ലെങ്കിൽ ഈ പ്ലാനിങ് എന്ന് പറയുന്നത് വിജയം ഉറപ്പ് തരുന്ന ഒന്നല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൃത്യമായിട്ടങ്ങ് നടന്നോളും നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. പ്ലാനിങ് ഒരു വിജയം ഉറപ്പ് തരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്ലാനിങ് മേ ക്രിയേറ്റ് ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി. അനാവശ്യമായിട്ടുള്ളൊരു സുരക്ഷിതത്വ ബോധം. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അനാവശ്യമായിട്ടൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു തോന്നൽ ഇൻ ദ ഓർഗനൈസേഷൻ, കമ്പനിക്കകത്ത് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പ്ലാനിങ് മേ ക്രിയേറ്റ് ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി. അനാവശ്യമായിട്ടുള്ള ഒരു സുരക്ഷിതത്വ ബോധം കമ്പനിക്കകത്ത് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ദാറ്റ് എവറിത്തിങ് ഈസ് വെൽ ടേക്കൺ കെയർ ഓഫ് ബൈ ദ പ്ലാൻസ്. അവിടെ പറഞ്ഞിരിക്കുകയാണ് എല്ലാം കൃത്യമായിട്ട് നടന്നോളും. വെൽ ടേക്കൺ കെയർ ഓഫ് ബൈ ദ പ്ലാൻസ്. അപ്പോൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം കൃത്യമായിട്ട് നടന്നോളും എന്നൊരു മിഥ്യാധാരണ അവിടെ ഉണ്ടാകുകയാണ്. ആൻഡ് നോ പ്രോബ്ലം വിൽ അറൈസ്. അപ്പോൾ യാതൊരു പ്രശ്നവും ഇനി വരാൻ സാധ്യതയില്ല. കാരണം കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരില്ല എന്നുള്ളൊരു അനാവശ്യമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ബോധം, ഒരു സുരക്ഷിതത്വ ബോധം കമ്പനിക്കകത്ത് ഉണ്ടാവുകയാണ്. ദിസ് കൈൻഡ് ഓഫ് ഫാൾസ് സെക്യൂരിറ്റി, ഈ തരത്തിലുള്ള ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സുരക്ഷിതത്വ ബോധം മേ ആക്ച്വലി ലീഡ് ടു ഫെയിലിയർ. അത് എന്തിലോട്ട് നയിക്കും? പരാജയത്തിലോട്ട് നയിക്കാനുള്ള സാധ്യതയുണ്ട് ഇൻസ്റ്റെഡ് ഓഫ് സക്സസ്. അപ്പോൾ വിജയത്തിന് പകരം അതൊരു പരാജയമായി മാറാനുള്ള സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിജയം ഉണ്ടാകാം. പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ വിജയം ഉണ്ടാകാം, പക്ഷെ ഒരിക്കലും ഗ്യാരണ്ടി പറയാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ കാരണം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇതാണ്. കമ്പനിക്കകത്ത് അല്ലെങ്കിൽ ഓർഗനൈസേഷനകത്ത് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതും പ്രകാരം എല്ലാം നടന്നോളും, അതും പ്രകാരം എല്ലാം നടന്ന് സക്സസ് ഉണ്ടാകും എന്നുള്ളൊരു മിഥ്യാധാരണ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഓവർ കോൺഫിഡൻസ് എന്തിലോട്ട് നയിക്കുകയാണ്? പരാജയത്തിലോട്ട് നയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്താണ് ലാക്ക് ഓഫ് റിലയബിൾ ഡാറ്റ. റിലയബിൾ എന്ന് പറഞ്ഞാൽ വിശ്വാസയോഗ്യമായ എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വരുന്നത്. ഇഫ് ദ ഡാറ്റ ഓൺ വിച്ച് ഡിസിഷൻസ് ടേക്കൺ ആർ നോട്ട് റിലയബിൾ. ഇപ്പം നമ്മൾ തീരുമാനം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ലാനിങ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഡാറ്റ അത് അത്ര റിലയബിൾ അല്ല എന്നുണ്ടെങ്കിൽ ദ ഡിസിഷൻസ്
വിൽ ഓൾസോ നോട്ട് ബി റിലയബിൾ. നമ്മളെടുക്കുന്ന തീരുമാനവും എന്തല്ല, വിശ്വാസയോഗ്യമായിട്ടുള്ള ഒന്നല്ല. അപ്പം ഇത് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുകയാണ്, അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ കൃത്യമായിട്ടൊന്നും അന്വേഷിച്ചിട്ടൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ ആ തീരുമാനം കൃത്യമാണെന്ന് നമുക്ക് പറയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അതേസമയം നിങ്ങൾ ആ ഒരു കാര്യത്തെപ്പറ്റി കൃത്യമായിട്ട് പഠിച്ചു, അത് കൃത്യമായിട്ട് അതിന് ഇൻഫർമേഷൻ കിട്ടേണ്ട സ്ഥലങ്ങളിലെല്ലാം കറക്റ്റ് പോയി അതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ചിട്ട് ആ തീരുമാനം എടുക്കുന്നെങ്കിൽ നമുക്ക് ആ തീരുമാനത്തെ കുറേ വിശ്വസിക്കാനായിട്ട് സാധിക്കും. അതല്ല, ആരെങ്കിലും 2-3 പേരോട് നിങ്ങൾ ചടങ്ങ് തീർക്കുന്ന പോലെ തന്നെ ഒരു കാര്യത്തെപ്പറ്റി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു തീരുമാനം ആയിരിക്കില്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ലാക്ക് ഓഫ് റിലയബിൾ ഡാറ്റ. അപ്പോൾ നമുക്ക് വിശ്വാസം വരുന്ന രീതിയിലുള്ള റിലയബിൾ ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ആ തീരുമാനം വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ തീരുമാനം തെറ്റായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അടുത്ത് ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് പുറത്ത് കുറേ ഇതുണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മൾ പഠിച്ചതാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഈ പറഞ്ഞിരിക്കുന്ന എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ, ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സിനെല്ലാം എന്തിനെ സ്വാധീനിക്കാൻ സാധിക്കും? പ്ലാനിങ്ങിൻ്റെ സക്സസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു കാര്യമൊക്കെ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ടോ കൾച്ചറലായിട്ടോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന പ്ലാൻ നമുക്ക് പൊളിച്ച് കളയേണ്ടതായിട്ട് വരും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് പ്ലാനിങ്ങിനെ സ്വാധീനിക്കാനായിട്ട്, പ്ലാനിങ്ങിൻ്റെ സക്സസ്സിനെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും. ദ ഇഫക്റ്റീവ്നെസ് ഓഫ് പ്ലാനിങ് മേ ബി അഫക്റ്റഡ് ബൈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അപ്പം ഇതാണിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കും? പ്ലാനിങ്ങിനെ സ്വാധീനിക്കാനായിട്ട് അല്ലെങ്കിൽ പ്ലാനിങ്ങിൻ്റെ സക്സസ്സിനെ സ്വാധീനിക്കാനായിട്ട് കഴിയും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എക്കണോമിക്കൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ ഓർ ലീഗൽ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫാക്ടേഴ്സിനെ എന്തിനെ സ്വാധീനിക്കാൻ കഴിയും? ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിനെ സ്വാധീനിക്കാനായിട്ട്, പ്ലാനിങ്ങിൻ്റെ സക്സസ്സിനെ സ്വാധീനിക്കാനായിട്ട് കഴിയും. ദ മാനേജ്മെൻറ്റ് ഹാസ് ലിറ്റിൽ കൺട്രോൾ ഓവർ ദീസ് എക്സ്റ്റേണൽ ഫോഴ്സസ്. ഇപ്പോൾ ഒരു കമ്പനിക്കകത്തുള്ള ഒരു മാനേജ്മെൻറ്റിന് ഈ എക്സ്റ്റേണൽ ഫോഴ്സിനെ ചെറുതായിട്ട് മാത്രമേ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പൊളിറ്റിക്കൽ, സോഷ്യൽ, കൾച്ചറൽ ഇതിനെയൊന്നും ഒരിക്കലും സ്വാധീനിക്കാനായിട്ട് കമ്പനിയുടെ മാനേജ്മെൻറ്റിന് സാധിക്കില്ല. ഇപ്പോൾ ഈ ഡൈനാമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പ്ലാനിങ്ങിൻ്റെ സക്സസ്സിനെ ഈ പറഞ്ഞിരിക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സസ് സ്വാധീനിക്കാനായിട്ട് സാധിക്കും. ഇത്രയാണ് ഇന്നത് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ പറഞ്ഞിരിക്കുകയാണ് ലീഡ്സ് ടു റിജിഡിറ്റി, അത് കർക്കശമായിട്ടുള്ള ഒന്നാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ് ഇറ്റ് മേ നോട്ട് വർക്ക് ഇൻ എ ഡൈനാമിക് എൻവയോൺമെൻറ്റ്, എപ്പോഴും പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ പ്ലാനിങ് വർക്കാവില്ല. ഇറ്റ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി, അത് ക്രിയേറ്റിവിറ്റി കുറയ്ക്കുന്നുണ്ട്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് മാത്രമാണ് അവിടെ ഡിസിഷൻസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴെ തട്ടിലുള്ളവർക്ക് ക്രിയേറ്റിവിറ്റി അവരുടെ ക്രിയേറ്റിവിറ്റി അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഹ്യൂജ് കോസ്റ്റ്, ഇവിടെ ഒരുപാട് പൈസ ചിലവാക്കുന്ന ഒരു കാര്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്, ഒരുപാട് സമയം ചിലവാക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണത്. ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്, ഇത് വിജയം ഒരിക്കലും ഉറപ്പാക്കുന്ന ഒന്നല്ല ഈ പറഞ്ഞിരിക്കുന്ന പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ലാക്സ് റിലയബിൾ ഡാറ്റ, വിശ്വാസയോഗ്യമല്ലാത്ത ഡാറ്റയാണ് കിട്ടുന്നതെങ്കിൽ നമുക്കൊരിക്കലും പ്ലാനിങ് സക്സസ് ആകാൻ പറ്റുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇനി അടുത്ത ലാസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. കമ്പനിക്ക് പുറത്ത് അല്ലെങ്കിൽ ഓർഗനൈസേഷന് പുറത്തുള്ള ഫാക്ടേഴ്സിന് ഈ പറഞ്ഞിരിക്കുന്ന പ്ലാനിങ്ങിനെ സ്വാധീനിക്കാനുള്ള ഒരു ശക്തി ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്.